ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഒരു പാർട്ടി വെയർ കുർത്തിയുടെ ഡിസൈനിങ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്. പിന്നെ ഇതുപോലെ ആൻറ്റി ഗോൾഡിൻ്റെ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ആൻറ്റി ഗോൾഡിൻ്റെ തന്നെ കട്ട് ബീഡ്സ്, പിന്നെ സീക്വൻസസും ആണ് എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്യുന്ന ഡിസൈൻ്റെ പേപ്പർ പാറ്റേൺ. അപ്പോൾ ഞാനിവിടെ ലൈൻസ് മാത്രമേ വരച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ബീഡ്സും സീക്വൻസസും ഒക്കെ വെച്ച് കഴിയുമ്പം ആ ഒരു ഡിസൈൻ ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. അപ്പോൾ ഈ സെയിം പാറ്റേൺ തന്നെ കാർബൺ ഷീറ്റൊക്കെ വെച്ചിട്ട് ക്ലോത്തിലേക്ക് ട്രേസിങ് കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ ലൈൻസിലൂടെയാണ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നീഡിൽ ഇവിടെ നിന്ന് എടുക്കുവാണ്. ഇവിടുന്ന് ഇതുപോലെ എടുത്ത ശേഷം ഒരു കട്ട് ബീഡ് നമുക്ക് നീഡിലേക്ക് എടുക്കാം. എന്നിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിലേക്ക് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ബാക്കിലേക്ക് നീഡിൽ താഴ്ത്തിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ബീഡ്സ് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നീഡിൽ നമ്പർ 12 ആണ് നമ്മളിവിടെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏത് ബീഡ് വർക്ക്, സീക്വൻസ് വർക്ക് അങ്ങനെയുള്ള എല്ലാ വർക്ക് ചെയ്യാനും നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ എല്ലാ ലൈനിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ രീതിയിൽ ബീഡ്സ് വെറുതെ സ്റ്റിച്ച് ചെയ്ത് പോന്നാൽ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതൊക്കെ ചിലപ്പം ഡാമേജ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ കൈ വളയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ബീഡ്സൊക്കെ ഇളകിപ്പോകും. അപ്പോൾ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ പക്ഷേ ബീഡ്സ് ഇളകിപ്പോകാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ബിഗിനറൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു രീതിയിൽ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ലീഫാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നീഡിൽ ഇതുപോലെ എടുക്കുവാണ്. എന്നിട്ടൊരു 2 കട്ട് ബീഡ് നീഡിലേക്ക് എടുത്തിട്ട് ചെരിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ അങ്ങനെ ഒരു 3 റോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പം 2 കട്ട് ബീഡിന് പകരം വേണമെങ്കിൽ 3 കട്ട് ബീഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതെല്ലാം ഞാൻ ആൻറ്റി ഗോൾഡിൻ്റെ കട്ട് ബീഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതല്ലെങ്കിൽ ഗോൾഡൻ കട്ട് ബീഡോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കട്ട് ബീഡോ ഇതിൽ യൂസ് ചെയ്യാം. ഇനി നീഡിൽ ഇവിടെ നിന്ന് എടുക്കുവാണ്. എന്നിട്ട് നമുക്ക് നീഡിലേക്ക് ഒരു സീക്വൻസും ഒരു ആൻറ്റി ഗോൾഡിൻ്റെ ഷുഗർ ബീഡും ഒന്നിച്ചെടുക്കാം. എന്നിട്ട് നമ്മളിതൊരു കുഞ്ഞ് ഫ്ലവർ പോലെയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ബീഡ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ആ സീക്വൻസിൻ്റെ നടുക്കേക്ക് നീഡിൽ താഴ്ത്തി കൊടുക്കുവാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു കുഞ്ഞ് ഫ്ലവർ പോലെ കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു ലീഫ് ചെയ്തു, ഇപ്പോൾ ഒരു കുഞ്ഞ് ഫ്ലവർ ചെയ്തു. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വേണം ഇവിടെ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ ബാക്കിൽ വരുമ്പം ലീഫാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റെമ്മിൻ്റെ എല്ലാ പോർഷനിലും നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് ടൈം വേണ്ടി വരും നമുക്ക് ഇങ്ങനത്തെ വർക്ക് ചെയ്യാനായിട്ട്. സ്റ്റെമ്മും ലീഫും ഒക്കെ മാറി മാറി വരുന്നതുകൊണ്ട് പിന്നെ ഇതിന് ബീഡ്സൊക്കെ കോർത്തെടുക്കാനും കുറച്ച് ടൈം വേണ്ടി വരും. പക്ഷെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഫുൾ വർക്ക് കഴിയുമ്പോൾ നമ്മുടെ കുർത്തിയുടെ നെക്ക് ലൈൻ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് മെറ്റീരിയൽസ് മാത്രമാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കുർത്തിയാണ്. അപ്പോൾ എല്ലാവരും ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.